നമസ്കാരം. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധറിൻ്റെയും ടോപ്പിക്ക് ഡിസ്കഷൻ എടുക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവരുടെ വിവാഹം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു കപ്പിളാണ് അവർ, അല്ലേ? സ്പെഷ്യലി ഡോക്ടർ ക്രിസ്. പുള്ളിയെപ്പോലൊരു വ്യക്തിയെ നമ്മൾ നമ്മുടെ മലയാളികളുടെ ഒരു അഹങ്കാരമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു വ്യക്തിയെ എന്ത് രീതിയിൽ എത്രയൊക്കെ ഒരു മനുഷ്യരെ മോശം പറഞ്ഞ് ടാർണിഷ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ദ്രോഹിച്ചിരിക്കുന്നു. കമൻസിലൂടെയും വീഡിയോകളിലൂടെയും അത്രയിട്ട് പുള്ളിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഈ വ്യക്തിയുടെ വലുപ്പം എന്താ എന്നുള്ളത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ആക്ച്വലി നമ്മളെ ഒരു അഭിമാനമാണ് പുള്ളി. ദ വേ ഹി സ്പീക്സ്, പുള്ളിയുടെ ശബ്ദം, ഈ രണ്ട് കാര്യമാണ് എനിക്ക് ഇനിഷ്യലി പുള്ളിനെ കുറിച്ച് ആദ്യം ഞാൻ അറിഞ്ഞത്. പിന്നീട് ഇയാൾ ആരാണ്, പുള്ളി എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ മേഖലകളിലാണ് ഉള്ളത്, പുള്ളിയുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, പുള്ളിയുടെ ചിന്തകളും പുള്ളി പറയുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞ സമയത്താണ് എനിക്ക് സീരിയസ്ലി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തികളിൽ ഒരു മുകളിലുള്ളൊരു സ്ഥാനമുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അതിനെ ആയിരിക്കും. വളരെ മോശമായിട്ടുള്ള വൾഗർ കമൻസാണ്. പ്യോർ ജലസി, കണ്ണുകടി, ടിപ്പിക്കൽ മലയാളി എന്ന് ഞാൻ പറയുന്നില്ല, ടിപ്പിക്കൽ ഇത് പറയാം. ഓക്കെ, ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു ഇതുണ്ടല്ലോ അല്ലേ, 2 ദിവസം മുന്നേ മറ്റേ ആ പാജീൻ്റെ ഡയലോഗ് കണ്ടിട്ടില്ലേ, മലയാളി സാർ 100% ലിറ്ററേറ്റ് സാർ എന്ന് പറഞ്ഞ സംഭവമില്ലേ. ഇതൊക്കെ അയാൾ ആ പറഞ്ഞ സംഗതിയൊക്കെ യഥാർത്ഥത്തിൽ മലയാളികൾക്ക് എല്ലാവർക്കും പൊള്ളും. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ശരിയാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇതുപോലുള്ള ഡോക്ടർ ക്രിസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. പറയാതെ വയ്യ. ഓക്കെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിയുടെ ഈ ടോപ്പിക്ക് ഒന്ന് ഡിസ്കഷൻ എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ, പുള്ളി ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ചെയ്തിരുന്നു. പുള്ളിക്ക് കുറേ ദിവസങ്ങളായിട്ട് വരുന്ന സൈബർ ബുള്ളിങ്, അത് റിലേറ്റഡ് ആയിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതിൽ കമൻസ് വരുന്ന ആൾക്കാരുടെ ഫോട്ടോസും അവർ വരുന്ന കമൻസൊക്കെ പുള്ളിയിൽ എങ്ങനെ ഇടുന്നുണ്ട്. ടു വൾഗർ എന്ന് പറഞ്ഞാൽ എന്താ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പുള്ളി കഫേ എന്തോ ഒരു പേര് കേട്ടോ, കഫേ വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ ഇപ്പോൾ ഒരു പുതിയ സംഭവം തരാം. സ്വാഭാവികമായിട്ട് കല്യാണം നടക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത്, പുള്ളി ഒരു മുത്തച്ഛനാണ്, പ്രായം കുറഞ്ഞിട്ടുള്ളൊരു കുട്ടി കല്യാണം കഴിച്ചു, അല്ലേ? ഇപ്പം എന്താ സംഭവം അറിയോ, ഡിവോഴ്സ്. കല്യാണം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുക, അവർ നല്ല രീതിയിൽ ജീവിക്കാന്നുള്ള സിറ്റുവേഷൻ അല്ല. ഇവർ കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞു അടുത്ത സംഗതിയായിട്ട് കുതിരപ്പുറത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ. ഈ മഞ്ഞ മാധ്യമങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ഡിവോഴ്സാണ്. ഇതുപോലുള്ള തംബ്നെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് ക്രിസ് വേണുഗോപാൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വരെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ കുറേ വീഡിയോസ് ഒന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. അങ്ങനെ ഈ കഫേ വൈബ്സിൻ്റെ ഈ വീഡിയോ കൂടെ ഇന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളി പറഞ്ഞിട്ടുള്ള ലൈവാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ എടുക്കുന്നത്. ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഇത്രയും ദിവസം പുള്ളി ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് മൗനം പാലിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരൊറ്റ മിനിറ്റ് ഒരു കാര്യം ക്വിക്കായിട്ട് പറഞ്ഞിട്ട് പോവാം. ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ സഹിക്കുമ്പോൾ അയാൾ മൗനം പാലിക്കുക, അയാൾ മിണ്ടാതിരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാൾ പൊട്ടനാണെന്നല്ല, അയാൾ ബലഹീനനാണെന്നല്ല. ഓക്കെ, 2 കാര്യമാണ്. ഒന്ന്, ഇഗ്നോർ ചെയ്ത് വിടുന്നു. പട്ടികളോട് ഉപമിച്ച് നായ്ക്കളോട് ഉപമിച്ചിട്ട് അവർക്കും കൂടി മാനക്കേടുണ്ടാക്കുന്നില്ല. എന്നാലും പറയുന്നു ചില നായ്ക്കൾ നമ്മൾ വാങ്ങുന്നത് കുറയ്ക്കും, കുറച്ചേരം കഴിയുന്ന കുര നിർത്തിപ്പോവും, ചില നായ്ക്കൾ വീണ്ടും കുറയ്ക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും കാണിക്കട്ടെ, നമ്മളായിട്ട് സംബന്ധിക്കുന്ന സംഭവം അല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് വിചാരിച്ച് വിടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ്, ഇവർ മൗനം പാലിക്കും, ഏതറ്റം വരെ പോവും എന്ന് നോക്കിയിട്ട്. ഇങ്ങനത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്. കാരണം എന്താണെന്നറിയോ, ദി മൂമെൻറ്റ് അവർ ഈ മൗനം വെടിഞ്ഞിട്ട് അവരിതിനെ ആക്ഷൻ, പിന്നെ അവർ സംസാരിക്കാതിരിക്കില്ല, അവരിതിന് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ കുരയ്ക്കുന്ന ഈ ഒരു പട്ടിക്കുണ്ടല്ലോ താങ്ങാൻ കഴിയില്ല. മനസ്സിലായോ? ഇത് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരാൾ ക്ഷമിക്കുന്നു, ഒരാളൊരു കാര്യത്തിനോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അയാൾ ഭീരുവാണെന്നോ, അയാൾ പൊട്ടനാണെന്നോ, ഊളയാണെന്നോ, കോമാളിയാണോ എന്നല്ല. ഓക്കെ, കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും പുള്ളിയുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം, പുള്ളി എന്താ പറയുന്നത് എന്നുള്ളത് കേട്ടോ. ഈ ലൈവ് വരാൻ കാരണം കഫേ വൈബ് എന്നൊരു ചാനൽ എന്നെ കുറിച്ചും എൻ്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത മോശം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ താഴെ കമന്റ് ചെയ്യുന്ന ഫിറോസ് ഖാനെ പോലുള്ള വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ വർക്കിന്റെ കാര്യത്തിൽ കുറച്ച് ബിസി ആയത് കാരണം മാത്രമാണ് കേസ് മാറി നിൽക്കുന്നത്. അതർവൈസ് ഐ എം ഫൈലിംഗ് എ കേസ് അഗൈൻസ്റ്റ് എവ്രിവൺ ഹൂ ഇൻഡയറക്ട്ലി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇതിൽ എനിക്കും എൻ്റെ വൈഫിനും യാതൊരുവിധ
അഭിപ്രായ വ്യത്യാസമില്ല. വി ആർ ഫൈലിംഗ് എ കേസ് അഗേൻസ്റ്റ് ഓൾ ദോസ് പീപ്പിൾ. ഇങ്ങനെ മോശമായിട്ട് വളരെ തരം താഴ്ന്ന രീതിയിൽ കമ്മിറ്റ് ചെയ്യുന്ന അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. കുറച്ച് കമൻസ് ഒക്കെ പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം കാണിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് പുള്ളി അത് ആ ആൾക്കാരെയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു ഫോർ ജോയിനിങ്. എല്ലാവരും വരുന്ന ഓരോ ആൾക്കാരോടും 82ഓളം ആൾക്കാരുണ്ട്, എല്ലാവരോടും താങ്ക് യു ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഐ എം അഗൈൻ സെയിങ്, മോശമായ കമന്റ് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് ആ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഐ റിപ്പീറ്റ്, there have been a few videos with very wrong titles being posted by a channel called Cafe Vibe and many other channels also. Cafe Vibe is the one who posted. കെഫെ വൈബ് ഉണ്ട്, പിന്നെ മലയാളി മീഡിയ എന്നോ അങ്ങനെ ഒരു ചാനൽ കണ്ടു, പിന്നെ മെട്രോ മലയാളി, അങ്ങനെ കുറച്ച് ചാനലുകൾ അവരുടെ തംബ്നെയിലിൻ്റെ സ്ക്രീൻഷോട്ട്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ 1-2 ആൾക്കാരുടെ പിന്നെ ഇപ്പോൾ കാണുന്നില്ല, അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. Within 2-3 days. I'm busy with my work and that's why I have not filed the case yet. But yes, all those people, especially a person by name Feroz Khan, his ID is Feroz Khan, and others who are writing very vile and vulgar comments, we are filing a case against each and every one of them. We are not going to spare anyone who abuses for no reason without even knowing us. ഞങ്ങളെ അറിയ പോലും ചെയ്യാതെ തോന്നിവാസം എഴുതുന്ന നിങ്ങൾക്കെതിരെ, ആരാണോ അത് എഴുതുന്നത് അവർക്കെതിരെ തീർച്ചയായിട്ടും ലീഗൽ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. ഇതാണ് പറയുന്നത്. ചില ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അപ്പുറത്തിരിക്കുന്ന വ്യക്തി എന്താണെന്ന് തന്നെ അറിയില്ല, അയാൾ എന്താണെന്നറിയില്ല, അവരായിട്ടുള്ള കണക്ഷനേ ഇല്ല. ഇതൊന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം, നമ്മൾ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത്, ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോകാട്ടോ, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. നമ്മൾ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്ന കാര്യങ്ങൾ കണ്ടതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ ഇയാളുടെയും അത് എന്തൊക്കെ വൾഗർ കമൻസ് ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. I am saying you should not do this. ഈ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്. ഇത് തെറ്റെന്ന് പറയാൻ കാരണം ഒരാളെയും നിങ്ങൾക്ക് അധിക്ഷേപിക്കാൻ ഒരു അധികാരവും ഇല്ല. You don't have a right to defame or kind of post vulgar comments like you are doing now. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യത്തിലും I'm not coming for any kind of say, I'm not asking you about my family life, how I should live or how I should be living, but these vulgar comments are very, very nasty and I strongly say that action will be taken. If I come back and find these comments or these videos online still, then yes, every name, every channel which posted wrong titles just for the sake of getting some money, I'm filing a case against them because this is defaming us, spreading false news, bullying and cyberbullying, especially harassment, violent, vulgar sexual comments against us. It is not tolerated. I repeat, I am going ahead with a strong legal case. So at least this guy is giving a liberty. ഈ കമൻ്റ് എഴുതുന്ന ആൾക്കാർക്ക് ഒരു ചാൻസും കൂടി പുള്ളി കൊടുക്കുന്നുണ്ട്. മിക്ക ആൾക്കാരും അതിന് പോലും നിൽക്കില്ല. You have a few days left before which I finish my work and come back. You have time to decide whether you want to still post such vulgar comments and legal action will be taken. I'm feeling very sorry for you because your family deserves a little more respect. Unlike what the kind. Very true. നിങ്ങൾക്ക് ഇല്ലാത്ത റെസ്പെക്റ്റ് നിങ്ങളുടെ കുടുംബത്തിന് കിട്ടണം. അതായത് ഈ കമൻ്റ് എഴുതുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തികൾക്ക് കൊടുക്കാൻ അവർക്ക് അർഹിക്കാത്ത റെസ്പെക്റ്റ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് അർഹിക്കുന്നുണ്ട്. അതാണ് അതിലുള്ള സംഭവം. Kind of post you're posting or the comments you're writing, your family deserves a better human. That is what I have to say. നിങ്ങളുടെ കുടുംബത്തിന് നല്ലൊരാളെ കിട്ടേണ്ടതായിരുന്നു. നിങ്ങളെ പോലത്തെ ഒരാളാണ് ഇത്രയും മോശമായിട്ട് എഴുതുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ പുറത്താക്കും. ബിക്കോസ് അതിനെന്താ വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഇതുപോലെ പറയുന്ന ആൾക്കാർക്കൊന്നും ഒരു പ്രോപ്പർ കുടുംബമോ മര്യാദക്കുള്ളൊരു ജീവിതമൊന്നും ഉണ്ടായിരിക്കില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. ആക്ച്വലി ഇത് ഞാൻ ലാസ്റ്റ് പറയണമെന്ന് വിചാരിച്ചതാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക്
ഇങ്ങനെ ചെയ്യുന്ന ഒരു 99% ആൾക്കാർക്കും നല്ലൊരു ലൈഫ് ഉണ്ടായിരിക്കില്ല. ഒരു ഹസ്ബൻഡ് ഓർ വൈഫ് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, ഒരു മക്കളുമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, നല്ലൊരു ജോലി ഉണ്ടായിരിക്കില്ല, നല്ല ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കില്ല, മനസ്സമാധാനം ഉണ്ടായിരിക്കില്ല, സാമ്പത്തികമായിട്ടുണ്ടായിരിക്കില്ല. ഇതൊന്നും ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് എന്ത് സംഭവിക്കുക വെച്ചാൽ മറ്റുള്ള വ്യക്തിയുടെ ലൈഫ് കാണുമ്പോൾ അതിനോടൊരു ഇത് തോന്നും. ഫസ്റ്റ് അയ്യോ എനിക്ക് അങ്ങനെ ഇല്ലല്ലോ, ചിലർക്ക് അങ്ങനെ തോന്നാം. പക്ഷെ ചില ടീംസിന് എന്താ തോന്നുക അറിയോ, അവനിങ്ങനെ കിട്ടിയല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വൃത്തികെട്ട രീതിയിലുള്ളൊരു സാധനം വരാനുണ്ട് ഇത് കാണുന്ന സമയത്ത്. അപ്പം എന്ത് തോന്നും, വെറുതെ പോയിട്ട് ഈ കണ്ട ആൾക്കാരെയൊക്കെ ചൊറിയാൻ തോന്നും. മോശമായിട്ടാണ് നിങ്ങൾ എഴുതുന്നത്. I really feel this is not the way to do it. ഓക്കെ, അപ്പോൾ ബാക്കി പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ കംപ്ലീറ്റ് ലൈവ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ, വളരെ സിമ്പിൾ ഇഷ്യൂ ഇതാണ്. ഇവർ ഡിവോഴ്സിന് റിലേറ്റഡ്, ഇവർ ഡിവോഴ്സായി, ഇവരുടെ കുടുംബജീവിതം മര്യാദക്കല്ല പോകുന്നത്. ഇതൊക്കെ എന്തിനാ പുറത്തുള്ള ആൾക്കാർ നോക്കുന്നത് അല്ലേ? സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് എന്താ ഇരിക്കുന്നത്? ഇങ്ങനത്തെ ആൾക്കാരുടെ ലൈഫ് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന ആൾക്കാരെ പറ്റി പറയാം കേട്ടോ. വെറുതെ ഇരുന്ന് അടി ഇറന്ന് വാങ്ങാനും പണി ഇറന്ന് വാങ്ങാനും ചില ആൾക്കാർ രാവിലെ എണീക്കുന്നത് അതിനാണ്. രാവിലെ എണീച്ച് പല്ലും തേക്കാതെ വന്നിട്ട് ഈ വക പരിപാടികൾ കാണിക്കുന്നത് വെച്ചാൽ അടി ഇറന്ന് വാങ്ങാനാണ്. അടി ഇൻ ദ സെൻസ് പണി. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോഴും ഈ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ നിങ്ങൾ. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിഗ് സപ്പോർട്ടായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.